ഇന്ത്യയുടെ ശക്തിയും ദൗർബല്യവും ഒരുപോലെ മനസ്സിലാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. നാനാത്വത്തിൽ ഏകത്വം എന്ന് നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ അതിവിശാലമായ രാജ്യത്തിന്റെ അമ്പരപ്പിക്കുന്ന വൈവിധ്യം മുഴുവൻ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ആ വൈവിധ്യത്തിനിടയിലും രാജ്യത്തെ ഒന്നിപ്പിക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹം തിരിച്ചറിയാൻ. ഒപ്പം നമ്മുടെ നാടിന്റെ ദൗർബല്യം എന്താണ് എന്നതും അദ്ദേഹം മനസ്സിലാക്കി. അന്ധവിശ്വാസവും അനാചാരങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും എല്ലാമാണ് നാടിന്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വെല്ലുവിളികൾ, ദൗർബല്യം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദാരിദ്ര്യത്തിന് ഉത്തരം കാണാതെ, ദാരിദ്ര്യത്തിന് പരിഹാരം കാണാതെ ഒരു മതത്തിനും മുന്നോട്ട് പോകാനാവില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായി. അദ്ദേഹത്തിന്റെ മതത്തെക്കുറിച്ചുള്ള സങ്കല്പം, ഈശ്വര സങ്കല്പം, സമൂഹത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ, ശാസ്ത്രത്തെക്കുറിച്ചുള്ള സമീപനം, ഇതെല്ലാം അങ്ങേയറ്റം പുരോഗമനപരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ജനാധിപത്യ ബോധവും പുരോഗമനവാദവും ഉയർത്തിപ്പിടിച്ച വിപ്ലവകാരിയായിട്ടുള്ള സന്യാസിമല്യനാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം പറയുന്നുണ്ട്, ഈ രാജ്യം മുഴുവൻ പോയി കണ്ട് അന്ധവിശ്വാസവും പട്ടിണിയും ദാരിദ്ര്യവും കൊടിയ യാതനകളും എല്ലാം കണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. മതത്തെക്കുറിച്ച് അദ്ദേഹം പറയാം. അദ്ദേഹം പറഞ്ഞു, പട്ടിണി കിടക്കുന്ന മനുഷ്യന് മതം നൽകുന്നത് അവരെ അപമാനിക്കലാണ്. ഭക്ഷണം ആവശ്യമുള്ള മനുഷ്യനോട് മതതത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ആത്മാഭിമാനത്തിന് നേരെയുള്ള കയ്യേറ്റമാണ്. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. ഭക്ഷണം ആവശ്യമുള്ളവർ ഭക്ഷണം കൊടുക്കലാണ് പ്രധാനപ്പെട്ട കാര്യം എന്നല്ല അദ്ദേഹം പറയുന്നത്. ഈ ലോകത്ത് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത, പരലോകത്ത് ശാശ്വത ആനന്ദം വാഗ്ദാനം ചെയ്യുന്ന മതത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഭൗതിക ലോകത്തിലെ പ്രശ്നങ്ങളെ, ഭൗതിക ലോകത്തിലെ മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ പ്രാഥമികമായിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് കൊടുക്കാതെ, വിശക്കുന്നവരെ, പട്ടിണി കിടക്കുന്നവരെ ഭക്ഷണം കൊടുക്കാതെ അവരോട് മതസൂത്രങ്ങളും തത്വങ്ങളും ഉരുവിട്ടതുകൊണ്ട് കാര്യമില്ല എന്ന് പറയാനുള്ള ആർജവം, സത്യസന്ധതയും ധൈര്യവും പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് സ്വാമി വിവേകാനന്ദൻ. എത്ര ധീരമായിട്ടാണ് അദ്ദേഹം ഭൗതിക ലോകത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് അത് കാണിക്കുന്നത്. അതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഈശ്വര സങ്കല്പവും. പ്രപഞ്ചം ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അത് സ്വയംഭൂവാണ് എന്ന് അദ്ദേഹം പറയുന്നു. പ്രപഞ്ചം സ്വയംഭൂവായിട്ട് ഒന്നാണ്, അനാദിയായിട്ടുള്ള പ്രപഞ്ചം. അദ്ദേഹം പറയുന്നത് വ്യക്തിയുടെ രൂപത്തിലുള്ള ഈശ്വരനാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയാണ് വിശ്വസിക്കുക? പ്രപഞ്ചം തന്നെയാണ് ദൈവം. അദ്ദേഹത്തിന്റെ ഈശ്വര സങ്കല്പമാണ് പ്രപഞ്ചം തന്നെയാണ് ദൈവം. പ്രപഞ്ചത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അതീതമായിട്ടൊരു ദൈവമില്ല. അദ്ദേഹത്തിന്റെ മതസങ്കല്പത്തിന്റെ ഹൃദയം എന്താണ് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യനാണ് എന്നുള്ളതാണ്.